മന്ത്രിയുടെ പല്ലുകൾ ചെന്നായ്ക്കളെ പോലെ കടിച്ചു കീറിയപ്പോഴും എനിക്ക് ഇത്രയും വേദനിച്ചിരുന്നില്ല. അന്ന് നീറുന്ന മനസ്സിൽ ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഏട്ടനൊരു ജോലി കിട്ടിയല്ലോ എന്ന ആശ്വാസം. പക്ഷേ എന്നെ ആ ഏട്ടനും എന്താ പോരുന്നോ? ഭക്ഷണം വാങ്ങിച്ചു തരൂ. കേറിക്കോ കേറിക്കോ. ആരെങ്കിലും കാണുന്നുമ്പോ ഒന്ന് പെട്ടെന്ന് കയറുവേണേ. എന്താ ഒന്നും കഴിച്ചില്ലേ? തുണി എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങ വേണേ. എന്താ നോക്കുന്നേ? എന്നാ എന്തെങ്കിലും വാങ്ങി കഴിക്കേ. ഇത് പോരാ. നീ ആള് കൊള്ളാലോ. ദാ എന്താ പോകുന്നില്ലേ? അതും കൂടെ ഇങ്ങോട്ട്. അതൊരു തിരിച്ചറിവായിരുന്നു. ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തിയ തിരിച്ചറിവ്. അല്പം ആശ്വാസം തോന്നി. എങ്കിലും ആലോചിച്ചപ്പോൾ ഒരു വല്ലായ്മ. ചെയ്യുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. ആശ്രയം നഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെയായാൽ ഈ ലോകം വേശ്യകളെ കൊണ്ട് നിറയില്ലേ?
തന്നെയാണ് വാർക്കപ്പണിക്കിറങ്ങിയത്. അവിടെയും പരിചയമില്ലാത്ത ജോലിയുടെ വേദനയായിരുന്നു. അല്പാൽപമായി ഞാനതിനെ ഉൾക്കൊണ്ടുവന്നത്. പക്ഷേ അവിടെയും എവിടെയും ആശ്രയം നഷ്ടപ്പെട്ടപ്പോ മുല്ലപ്പൂക്കൾ മാത്രമാണ് എന്നെ ലാളിച്ചത്. പൂവിന് മാത്രമാണ് എന്നോട് ഇഷ്ടം തോന്നിയത്, സ്നേഹം തോന്നിയത്. ആ പൂവിന്റെ സ്പർശത്തിൽ ഒരാശ്വാസമുണ്ടായിരുന്നു, നേരിന്റെ തെളിർമയും. ആ യാഥാർത്ഥ്യത്തിൽ ഞാൻ എൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും പതിയെ പതിയെ മറന്നു. പക്ഷേ ആ ഗന്ധം കച്ചവടത്തിന്റെ മുറവിളികൾക്കിടയിൽ ചതഞ്ഞമർന്ന ദുർഗന്ധമായി അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോ ഞാൻ ആ നേരിനെയും വെറുത്തു തുടങ്ങി. കൈകാലുകഴപ്പ്, കൈമുട്ടുവേദന, കാലുമുട്ടുവേദന, സന്ധികൾക്കുണ്ടാകുന്ന വേദന, എല്ലാ വേദനകൾക്കും വളരെ നല്ലതാണ്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. നടു ഉളുക്കി കിടക്കുന്നവരെ, കാലൊടിഞ്ഞു കിടക്കുന്നവരെ, കൈകൾ തളർന്നവരെ പുത്തരിക്കണ്ട മൈതാനത്ത് കൊണ്ടുപോയി നിങ്ങളെ ഓടിക്കാൻ ഞാൻ പറയുന്നില്ല. 2 തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ വേദനയ്ക്ക് വളരെ ആശ്വാസം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, വേഗം കടന്നു വരൂ. വേദനയുള്ള യുവതി യുവാക്കളെ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആവി പിടിക്കണ്ട, ചൂട് പിടിക്കണ്ട, കയ്യിലെ ചൂട് മാത്രം മതിയാകും. വേദനയ്ക്ക് വളരെ നല്ലതാണ്. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. എന്റെ തൈലം 2 തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ എല്ലാവിധ വേദനയും മാറും. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. ഇന്നത്തെ കൊരണ്ണ ഒത്ത്. വേദന സംഹാരി തൈലം, വേദന സംഹാരി തൈലം. മോളെ, അമ്മ ഇപ്പൊ വരാൻ കേട്ടോ. മോള് മാമന്റെ കൂടെ തന്നെ നിക്കണേ. സാജ, ഒന്ന് നോക്കിക്കൊണ്ടേടാ. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? മോള് മാമന്റെ കൂടെ നിന്നോളൂ അല്ലേ മോളെ? വിഷമിക്കണ്ട, നിങ്ങളെ കൊണ്ടുപോകും. എല്ലാ അവന്മാർക്കും കിളുന്നിനെ മതി. ആ ഉരുപ്പെട്ടവൾ ഇവിടെ നിന്നാ നമ്മുടെ വെള്ളം കൂടി വിട്ടു. എവിടുത്തെ മരുന്നുണ്ട്, റൂമുണ്ട്. വേറെ ആളുണ്ടായിരുന്നല്ല. അത് മുഴുവൻ പുഴുക്കുത്താന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ? 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. വേദന സംഹാരി തൈലം. ചില പകൽമാന്യന്മാർക്ക് ഞാനിന്നൊരു കാഴ്ച വസ്തുവാണെന്ന് എനിക്കറിയാം. എൻ്റെ ദേഹത്ത് വീഴുന്ന അവരുടെ കണ്ണുകളെ മൂടിക്കെട്ടാൻ എനിക്കാവില്ലല്ലോ. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ആകും ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പടക്കാനുള്ള വക നൽകുന്നത്. ചേട്ടാ, എന്റെ കാശില്ലപ്പി. ഓ, അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോടേ അവൻ്റെ ഒരു സൈക്കിള്. ഏതാ നല്ല പൂതാ. ഏതാ പിച്ചി വേണമല്ലോ ആണോ? പിച്ചി വേണമല്ലോ ആണോ? നല്ലുണ്ട്. ഇന്ന് വന്നത് കൊള്ളാവോ? പിന്നെ ഒരു മുഴം എന്താ? എത്രയാ? മുഴത്തിന് 5. 5? ഒരു മുഴം. ശരി. ഈ പൂവിനാ? അത് 2 രൂപ. താ 2 കൂടെ എത്ര? 7. തട്ടാതെ നിന്നൂടെ? ചുമ്മാ ഒരു മുഴം പൂവേട്. ഒന്ന് താഴെ പെട്ടെന്ന്. എടുക്കണം സാറേ, നിൽക്കും സാറേ.
കൊച്ചു കള്ളൻ. എത്ര? 10 ഉള്ളു സാറേ. ഏ? വെറും 10 സാറേ. ആ എന്നാ ബാക്കി ദാ. ദാ. പോ. നടക്ക്.